അതെ, എല്ലാരും ഒന്ന് എന്റെ ഫേസിലോട്ട് നോക്കി. ക്ലിയർ അല്ലേ? ഒരു പിമ്പിൾസോ ആഗ്നയോ സ്കാർസോ ഒന്നുമില്ലല്ലോ. ഞാൻ ഇപ്പൊ റീസെന്റ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അത് ഞാൻ പരിചയപ്പെടുത്തരാം. ഞാൻ കുറെ ഫേസിൽ യൂസ് ചെയ്യുന്ന കുറെ ഐറ്റംസ് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊരു വലിയൊരു ഇമ്പോർട്ടന്റ് പ്രൊഡക്റ്റ് ആണിത്. കെമിക്കൽസ് ഒന്നും ഇല്ലാതെ 100% ഓർഗാനിക് ഐറ്റംസ് മാത്രമായിട്ട് ഉണ്ടാക്കിയ ഒരു മരുന്നാണിത്. ഇതൊരു ഫേസ് ക്രീമാണ്. ഇതാണ് ഹെസ നാച്ചുറൽസിന്റെ ഫേസ് ക്രീം. ഇത് നൈറ്റ് നമ്മൾ കിടക്കാൻ നേരത്താണ് ഞാനിത് യൂസ് ചെയ്യണേ. നല്ലൊരു മോയ്സ്ചറൈസിങ് ഒരു ഏജന്റ് കൂടി ഉണ്ട് ഇതിൽ. നമ്മളൊന്നും അപ്ലൈ ചെയ്യാതെ ഫേസിൽ ഒന്ന് കിടന്നു നോക്കിയേ, രാവിലെ എണീക്കുമ്പോൾ എപ്പോഴും ഒരു ഓയിലി ഉണ്ടാവും. നമ്മുടെ സ്കിന്ന് നല്ല ഡ്രൈ ആവുന്നത് കാരണം നമ്മുടെ സെബം എന്നൊരു ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്ത് നമ്മുടെ സ്കിൻ ഒന്നുകൂടി മോയ്സ്ചറൈസ് ആക്കി വെക്കുകയാണ് ഇത് ചെയ്യണത്. എങ്കിൽ നമ്മൾ അത് ഓവറായിട്ട് നമ്മളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താലോ ഈ സെബം പ്രൊഡ്യൂസ് ചെയ്യുന്നത് കുറയും. അപ്പൊ അങ്ങനെ കുറഞ്ഞാൽ നമുക്ക് പിമ്പിളും ആക്നെയും ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഉണ്ടാവുന്ന കാര്യങ്ങൾ കുറഞ്ഞു കിട്ടും. ഏതായാലും നമ്മൾ എല്ലാ കെമിക്കൽസും വാങ്ങി ഉപയോഗിച്ച് തേക്കാറുള്ള എന്തുകൊണ്ട് ഒരു നാച്ചുറൽ പ്രൊഡക്റ്റ് വാങ്ങി യൂസ് ചെയ്ത് അതിന്റെ റിവ്യൂ പറഞ്ഞൂടാ? ഇതിന്റെ സ്മെല്ലും കാര്യങ്ങളും ടെക്സ്ചർ തന്നെ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഫുള്ളി ഓർഗാനിക് ആയിരുന്നുള്ള സത്യം. ഞാനിത് അണ്ടർ ഐയും കൂടി തേക്കാറുണ്ട്. എന്തിന്? ഡാർക്ക് സർക്കിൾ ഇല്ലേ, അതിനൊന്ന് തുറത്താൻ. ഇത് ഒരേപോലെ മെൻസിനും ഗേൾസിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഈ ഹെസ നാച്ചുറലിന്റെ ക്രീം അല്ല, ആ ഒരു കൺസിസ്റ്റന്റിലായിരിക്കണെങ്കിലും സംഗതി ഒരു നല്ലൊരു സോഫ്റ്റ് വെണ്ണയൊക്കെ പരട്ടണ കയ്യിൽ പരട്ടണ പോലെയാണ്. അപ്പൊ സ്കിന്നിന്റെ കാര്യത്തിൽ ഓക്കെ. ഇനി നമ്മൾ സ്കിന്നിന് കൊടുത്ത അതേ കെയർ തന്നെ നമ്മൾ ലിപ്പിനും കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ ഹെസ നാച്ചുറൽസിന്റെ തന്നെ ഒരു ലിപ് ബാം ആണ്. ഈ ലിപ് ബാം ബീട്രൂട്ട് ലിപ് ബാം ആണ്. അതായത് ബീട്രൂട്ടിന്റെ അതേ ടിന്റ് തന്നെയാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതും കൂടി ഇട്ടാ പിന്നെ എന്റെ നൈറ്റ് കെയർ, ഇപ്പോഴത്തെ എന്റെ നൈറ്റ് കെയർ കഴിഞ്ഞു. കുറച്ച് വീക്സ് ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു നൈറ്റ് റൊട്ടീനാണ് ഞാൻ നിങ്ങളിപ്പോ കാണിച്ചത്. അപ്പൊ പ്രൊഡക്റ്റ് വേണ്ട എല്ലാ സംഭവങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിലും ടാഗും ചെയ്തേക്കാം. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ അവർക്ക് DM ചെയ്താൽ മതി. അപ്പൊ ഓക്കെ, ബൈ.